പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ സമയമാണ് തക്ക സമയം. അതിനാൽ ക്ഷമയോടെ അതിനായി കാത്തിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ സംസാര വിഷയമാകേണ്ട, ദേശത്ത് പരിഹാസ വിഷയമാകേണ്ട ആ വിഷയത്തിന്റെ മേലാണ് കർത്താവിന്റെ തക്ക സമയത്തെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നത്. എന്നേക്കുമായി ഉള്ള അവരുടെ നിന്ദകളെ മാറ്റി, പരിഹാസ വിഷയങ്ങളെ മാറ്റി, സംസാര വിഷയങ്ങളെ മാറ്റി, ദേശത്താകമാനം അപമാനമായി തീരേണ്ടതിനെ മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയരെ, കർത്താവിന്റെ സമയത്തിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വത്തോടുകൂടി ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. നമ്മെ ലജ്ജിതരാക്കാതെ, നമ്മെ അപമാനിതരാക്കാതെ, പരിഹാസ വിഷയത്തിന് ആക്കാതെ കർത്താവിന്റെ പ്രവൃത്തിയും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. എന്നാൽ ദൈവത്തിന്റെ സമയമാണ് തക്ക സമയം. അതിനാൽ തക്ക സമയത്തെ ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി ക്ഷമയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മുടെ നിന്ദകൾ മാറും, പരിഹാസങ്ങൾ മാറും, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിനായി കർത്താവ് സഹായിക്കട്ടെ. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്ന ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.